ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് പരോൾ വാരിക്കോരി നൽകുകയാണ് സർക്കാർ. കൊടിസുനിക്ക് പരോൾ കിട്ടിയത് 60 ദിവസമാണ്. കെ സി രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത് എന്നിവർക്ക് 1000 ദിവസത്തിലധികം പരോൾ കിട്ടി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള പരോൾ കണക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, നമുക്ക് പുതിയ വിവരങ്ങളല്ല. ഈ പറയുന്ന പരോൾ, വാരിക്കോരി കൊടുക്കുന്ന പരോളുകൾ, ആനുകൂല്യങ്ങൾ, ജയിലിൽ ഇവർക്ക് കിട്ടുന്ന പരമമായ സൗകര്യങ്ങളൊക്കെ പല രൂപത്തിൽ, പല വാർത്തകൾ രൂപത്തിൽ പുറത്തു വന്നതാണ്. അതൊക്കെ ക്രോഡീകരിച്ച കണക്ക് വരുമ്പോൾ ഒരു ഞെട്ടൽ സ്വാഭാവികവുമാണ്. പ്രതീഷ്, ഹാഷ്മി, തീർച്ചയായും ടി പി കേസ് പ്രതികൾക്ക് വഴിവിട്ട സഹായം സർക്കാർ നൽകുന്നു എന്നുള്ള ആക്ഷേപം ആദ്യമായി കേൾക്കുന്നതല്ല. നേരത്തെയും പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എയുടെ ചോദ്യത്തിനാണ് ടി പി കേസ് പ്രതികൾക്ക് പരോൾ നൽകിയ ദിവസത്തിന്റെ കണക്ക് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 3 പ്രതികൾക്ക് 1000-ലധികം ദിവസമാണ് പരോൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായ എണ്ണം ഉൾപ്പെടെ മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് 3 പേർക്ക് 1000-ലധികം ദിവസം പരോൾ നൽകിയെന്നും 6 പേർക്ക് 500-ലധികം ദിവസം പരോൾ നൽകിയെന്നതുമാണ്. ആ പേരിലേക്ക് വന്നാൽ കെ സി രാമചന്ദ്രന് 1081 ദിവസമാണ് സർക്കാർ പരോൾ നൽകിയത്. ട്രൗസർ മനോജിന് 1068 ദിവസവും അണ്ണൻ സജിത്തിന് 1078 ദിവസവും പരോൾ നൽകിയതായി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ 6 പേർക്ക് 500-ലധികം ദിവസം, അതായത് ടി കെ രാജേഷിന് 940 ദിവസം സർക്കാർ പരോൾ നൽകി. മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും ഷിനോജിന് 925 ദിവസവുമാണ് പരോൾ അനുവദിച്ചത്. ഇതിനു പുറമെ റഫീഖിന് 782 ദിവസവും കിർമാണി മനോജിന് 851 ദിവസവും പരോൾ നൽകി. എം സി അനൂപിന് ലഭിച്ചത് 900 ദിവസത്തെ പരോളാണ്. കൊടിസുനിക്ക് 60 ദിവസം പരോൾ നൽകിയെന്ന് കൂടി ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ തന്നെ വലിയ ഒരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കെ കെ രമ അടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം നിലവിലുണ്ട്. കോടതിയെ സമീപിക്കുമെന്ന ഒരു പ്രതികരണം കൂടി കെ കെ രമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഉയരാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ചില പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു നീക്കത്തിന് പോലീസിൻ്റെ ഒരു പിന്തുണ ലഭിക്കുകയും പിന്നീട് അത് നിയമസഭയിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാവുകയും ചെയ്യുകയും ആ നീക്കം പൊളിയുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഈ പരോൾ വഴിവിട്ട് ഈ ഒരു പരോൾ അനുവദിച്ചു എന്നുള്ളൊരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണഗതിയിൽ ഈ തടവുകാർക്ക് പരോൾ അനുവദിക്കുന്നത് സ്വാഭാവികമാണ്. ഓർഡിനറി ലീവ് എന്ന പേരിൽ പരോൾ അനുവദിക്കാറുണ്ട്. പക്ഷേ ഈ കണക്കുകളിൽ ഓർഡിനറി ലീവ്, ഒപ്പം കോവിഡ് സ്പെഷ്യൽ ഓർഡിനറി ലീവ്, എമർജൻസി ലീവ് എന്ന വിധത്തിലാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. 3 കാര്യത്തിൽ, അതായത് 3 പേരുകൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് കാരണത്തിനാണ് എന്ന് ഇതിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്ന്, ഈ ഓർഡിനറി ലീവായി പരോൾ അനുവദിക്കുന്നു. മറ്റൊന്ന് കോവിഡ് സ്പെഷ്യൽ ഓർഡിനറി ലീവായി പരോൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എമർജൻസി ലീവ്. ഇങ്ങനെയാണ് ഈ പരോൾ എന്തായാലും ഈ പ്രതികൾക്ക് അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട ഉയരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അല്ല പ്രതീക്ഷ, 1000 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ 3 വർഷത്തിനടുത്താണ്. എളുപ്പം ഈ പ്രതികൾ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങൾ എത്രയാണ് നോക്കുന്നതാണ്. അല്ല, പരോൾ കണക്കിനേക്കാൾ നോക്കുക എളുപ്പം പ്രതികൾ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങൾ എത്രയാണെന്നുള്ളതാണ്. മാത്രമല്ല പ്രതീക്ഷ, ഈ പ്രതികളൊന്നും മര്യാദാരാമന്മാരായവരല്ല. ഈ മനോജ് അടക്കമുള്ളവർ ജയിലിൽ കിടന്ന് ചെയ്ത പരിപാടികൾ നമുക്ക് കേരളം അറിഞ്ഞതാണ്. ജയിലിന് പുറത്തിറങ്ങി പങ്കെടുത്ത, അല്ലെങ്കിൽ മയക്കുമരുന്ന് റേവ് പാർട്ടികളെ പറ്റി അറിയാവുന്നതാണ്. കൊട്ടേഷൻ പണികളെ പറ്റി, സ്വർണ്ണക്കടത്ത് പണികളെ പറ്റി നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് പുതിയ കാര്യമല്ല, നിറയെ വാർത്തകൾ വന്നതുമാണ്. അപ്പോൾ അത്തരത്തിൽ കൊടും കുറ്റവാളികൾ ജയിലിൽ കിടന്നിട്ടും ഏതെങ്കിലും തരത്തിൽ മനോപരിവർത്തനം വരാത്തവർക്ക് ഈ വാരിക്കോരി കൊടുത്ത പരോളിനെ കുറിച്ചുള്ള സർക്കാരിൻ്റെ രാഷ്ട്രീയ മറുപടി എന്താണ് പ്രതീഷ്? ഹാഷ്മി, തീർച്ചയായും. കാരണം ഇത് ഒരു സർക്കാരിൻ്റെ തീരുമാനത്തിനപ്പുറം ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. കാരണം ഈ ടി പി കേസിലെ പ്രതികൾ മാത്രമല്ല സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്നത്. പക്ഷേ മറ്റാർക്കും തന്നെ കിട്ടാത്ത ഒരു പരിഗണന ടി പി കേസിലെ പ്രതികൾക്ക് വരുന്നു എന്നതാണ് പ്രധാനമായും രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന കാര്യം. അതാണ് ഈ നേരത്തെയും പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം, ഒപ്പം കെ കെ രമ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു പരിഗണന ജയിലിനകത്തും പുറത്തും ഈ പ്രതികൾക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നേരത്തെ
ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ TP കേസ് പ്രതികൾ ഈ ജയിലിൽ അവർക്ക് സുഖസൗകര്യങ്ങൾ ഉണ്ട്, കൂടുതൽ പരിഗണന ജയിലിനുള്ളിൽ ലഭിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ചില പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത്തരത്തിലൊരു നീക്കം ഈ പ്രതിപക്ഷമടക്കം ഇടപെട്ട് വലിയ വിവാദമായതിന് പിന്നാലെയാണ് സർക്കാരിന് അതിൽ നിന്ന് പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അപ്പോഴും ഇത്തരത്തിലൊരു വഴിവിട്ടൊരു നീക്കം അല്ലെങ്കിൽ കൂടുതൽ ദിവസം പരോൾ അനുവദിക്കാനുള്ള ഒരു നീക്കം ആ ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഉണ്ടായി എന്നതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം. അതും 1000-ലധികം ദിവസം 3 പ്രതികൾക്ക് പരോൾ നൽകിയെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല 6 പേർക്ക് 500-ലധികം ദിവസം പരോൾ നൽകിയെന്ന് പറയുമ്പോൾ പോലും ഇതിൽ ഒന്നിലധികം പ്രതികൾക്ക് 800 ദിവസത്തിലധികം